എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വേദപുസ്തകത്തിൽ ഗർഭകാലത്തെക്കുറിച്ച് പറഞ്ഞ് കണക്ക് തെറ്റിയതിനെക്കുറിച്ചാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഒപ്പം വിശ്വാസികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട ചില കമൻറ്റുകളും നമ്മൾ അഡ്രസ്സ് ചെയ്യും. ആദ്യം കമൻറ്റുകളിലേക്ക് പോകാം. ഇതല്പം വിചിത്രമായ ഒരു കമൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. സിക്സ് സെൻസ് എന്ന പേരുള്ള ഒരാളാണ് ഇത് എഴുതിയത്. താങ്കളെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിൻ്റെ പ്രശ്നം എന്താ? ഇദ്ദേഹത്തിന് സിക്സ് സെൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു സെൻസെങ്കിലും ഉപയോഗിക്കാം. എന്താ അത്? ഇവിടെ ഇദ്ദേഹം വലിയൊരു അനുമാനം അസംഷൻ നടത്തി. എന്ത്? ഞാൻ സൃഷ്ടിയിൽ വിശ്വസിക്കുന്നു, ഞാൻ സൃഷ്ടി ഉണ്ടെന്ന് കരുതുന്നു, ഞാനും സ്വയം ഒരു സൃഷ്ടിയുടെ ഫലമാണെന്ന് കരുതുന്നു എന്നൊക്കെ. ഇത് അദ്ദേഹം വിശ്വസിക്കുന്നു. ഓക്കെ, ദൈവം ആണ് എല്ലാതും ഉണ്ടാക്കിയതെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ കമ്പനിക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ ഞാൻ ഈ കമ്പനി പെട്ടതല്ല, ഞാൻ വേറെ കമ്പനിയാണ്. എന്നോട് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കണം, ഞാൻ നിങ്ങളെ കഷ്ടപ്പെട്ട് മണ്ണിൽ നിന്ന് മുളപ്പിച്ചതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? യവൻ എന്താടാ പ്രാന്താ എന്ന് ചോദിക്കില്ലേ? ഇനി ഞാൻ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന കാര്യം തെറ്റാണ്. അങ്ങനെ ഒരു ഭൗതിക തെളിവുള്ള കാര്യമല്ല അത്. ഇനി മതകഥയിലേക്ക് വന്നാലോ, ഇപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെയുള്ള വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിങ്ങൾ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ഉള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല വചനങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ, അതായത് ആ കഥയെ മൊത്തമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ പങ്ക് ആദത്തിനും ഹവ്വയ്ക്കും ശേഷമുണ്ടോ എന്ന സംശയമാണ്. അതായത് ആദത്തെ ദൈവം എന്ത് ചെയ്തു? ആദത്തെ മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ചെളിയിൽ നിന്ന്, പൊടിയിൽ നിന്ന്, മണൽ ആൻഡ് മെറ്റൽ, അതിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നെ മണലും മെറ്റലും തീർന്നു പോയ കാരണം അവിടെ പോലീസുകാർ ഈ മണലുറ്റെന്ന് നിർത്തിയത് കാരണം അദ്ദേഹം ആദത്തിൻ്റെ എന്തോ ഒരു സാധനം ഊരിയിട്ട് ഒരു പെണ്ണിനെ ഉണ്ടാക്കി, ഹവ്വ. അപ്പോൾ ഈ കാര്യത്തിൽ രണ്ടിലും മൂപ്പർക്ക് പൂർണ്ണമായ പങ്കുണ്ട്. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഈ ആദ്യത്തെ കുടുംബത്തിനകത്തുള്ള ലൈംഗിക ബന്ധം എവിടെയാ തുടങ്ങിയെന്നറിയും? അത് ആദത്തിൻ്റെയും ഹവ്വയുടെയും മക്കളിലാണ് എന്നാണ് നിങ്ങൾ കരുതുക. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന സൃഷ്ടികഥ പ്രകാരം ആദത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഹവ്വ. അപ്പോൾ അവർ ജനിതകം പങ്കിടുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ദേ ആർ എയ്തർ സഹോദരി സഹോദരന്മാർ, അല്ലെങ്കിൽ അച്ഛൻ ആൻഡ് മോള്, ഫാദർ ആൻഡ് ഡോട്ടർ. അല്ലേ? ആണ്. അതെ. അപ്പോൾ ആദത്തിൻ്റെയും ഹവയുടെയും മക്കളിലല്ല, അവർ തമ്മിൽ തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കുടുംബക്കാരാണ്, രക്തബന്ധം ആണ്. അല്ലേ? എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ. ഈ സൃഷ്ടിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ശേഷം വന്ന മനുഷ്യർ, അതായത് ആദത്തിൻ്റെ മക്കളുടെ മക്കൾ, അങ്ങനെയുള്ള മക്കൾ, ബാക്കിയുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ ആദത്തിൻ്റെ മക്കൾ മുതൽ തന്നെ സൃഷ്ടിച്ചത് ആരാണ്? അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ ശേഷം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്കിത് ചർച്ച ചെയ്യാം. പക്ഷെ ആ ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പരിശോധിച്ച് ചിന്തിക്കാം. അപ്പം ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന സിക്സ് സെൻസ് ഉള്ള ആളോട് ഒരു സെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇത് ചിന്തിക്കുക. നിങ്ങൾ എന്നോട് ചോദിച്ച അതേ ചോദ്യത്തിൻ്റെ ഒരു വേവ് ലെങ്ത്തിൽ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. ആദത്തിന് ശേഷമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചത് ആരാണെന്നോ എങ്ങനെയാണെന്നോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കാകെ ഒരു സെൻസേ ഉള്ളൂ. എന്നാലും ഞാൻ ചോദിക്കുന്നു, നിങ്ങളത് ചിന്തിക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളിവിടെ പറയാൻ പോകണം. നമ്മുടെ സിക്സ് സെൻസ് പിന്നീട് പറഞ്ഞിട്ടുള്ള കമൻറ്റിലെ മറ്റ് കാര്യങ്ങൾ കൂടി നോക്കാം. സൃഷ്ടിക്കുമ്പോൾ തന്നെ താങ്കൾ എന്ന അണുവിനെ ഭൂമിയിൽ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ അണു താങ്കളുടെ അച്ഛന് 15 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചത് മുതൽ താങ്കളുടെ അച്ഛൻ്റെ മുതുകിലേക്ക് അച്ഛൻ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ താങ്കളെ പ്രവേശിപ്പിച്ചു. ഇവിടെ ഒരു മുതുകല്ല് കയറി വന്ന് കണ്ടോ? ഇത് നമ്മുടെ അക്കോസെട്ടോ, അക്ബർജിയുടെ എംബ്രിയോളജിയാണ്. സുൽബ് വത്തറായിബ് ആണെന്ന് തോന്നുന്നു. അറബി എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും മലയാളത്തിൽ വാരിയലിനും മുതുകല്ലിനും എന്നാണ് ഞാൻ ഓർക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് മറ്റേ ശുക്ലം വരുന്നത്, അല്ലെങ്കിൽ ഒരു ബീജം എന്ന് പറയും, സംഭവം ശുക്ലമാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു വിശ്വാസം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വാക്ക് അവിടെ കയറി വന്നത്. എന്തായാലും എനിക്ക് സൃഷ്ടിയെക്കുറിച്ച് പഠിപ്പിച്ചു തരികയാണ് സിക്സ്. എൻ്റെ ഉദാഹരണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മൂപ്പരുടെ ഉദാഹരണം എടുത്ത് പറയാം. എന്ത് സിക്സ് ജനിക്കണമെന്ന് ദൈവം വിചാരിച്ചാൽ, അല്ലെങ്കിൽ ദൈവം സിക്സിൻ്റെ സൃഷ്ടി എങ്ങനെയാണ് നടത്തുന്നത്? സിക്സിനെ ദൈവം ഒരു അണുവാക്കി മാറ്റും, അല്ലെങ്കിൽ ബേസിക് ആയൊരു അണു അല്ലെങ്കിൽ അണുക്കൾ. ഞാൻ അതിനകത്ത് ഒരു ബഹുവചന വിവേചനം നടത്തുന്നില്ല. ഓക്കെ, ഒന്നിൽ കൂടുതൽ അണുക്കൾ. അങ്ങനെ ഈ അണുക്കൾ, സിക്സിൻ്റെ അണുക്കൾ ആറ്റംസ് ആണോ വേറെ എന്തോ ആണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെയുള്ള കുറച്ച് അണുക്കൾ, മൈക്രോബ്സ് അല്ല, സൂക്ഷ്മജീവികളല്ല ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് തെറ്റുണ്ടെങ്കിൽ പറയാം. സിക്സിന് വേണമെങ്കിൽ ഒരു കമൻറ്റ് കൂടി ഇടാം, എന്തായാലും ചിലവില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ ആ അണു അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അണുക്കൾ അവിടെ ഉണ്ടാവും സിക്സിൻ്റെ. പിന്നീട് സിക്സിൻ്റെ അച്ഛനും അമ്മയും, ഡാഡീസ് ആൻഡ് മമ്മീസ്. ഈ ഡാഡീസും മമ്മീസും, അതിൽ ഡാഡി, അദ്ദേഹത്തിന് 15 വയസ്സ് ആയാൽ, അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കല്യാണം ഒന്നും കഴിക്കണ്ട, പോട്ടെ. എന്തായാലും അദ്ദേഹത്തിന് ഈ അണു പല രീതിയിൽ ശരീരത്തിലേക്ക് എത്തിക്കാം. എങ്ങനെ? ഇഡ്ഡലി കഴിക്കുമ്പോൾ എത്തിക്കാം, ചട്നി കഴിക്കുമ്പോൾ എത്തിക്കാം, അല്ലെങ്കിൽ ബീഫൊക്കെ കഴിക്കുമ്പോൾ എത്തിക്കാം. അങ്ങനെ എങ്ങനെയോ എത്തി അയാളുടെ ശരീരത്തിൽ. മൂപ്പര് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ അണു ശരീരത്തിലേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ എത്തുന്നു. ശേഷം എന്ത് സംഭവിക്കുന്നു? ഈ അണു ആരായിട്ട് മാറുന്നു? സിക്സ് ആയിട്ട് മാറുന്നു. പിന്നീട് പിന്നെ ഗർഭകാലത്തെക്കുറിച്ചൊക്കെ മൂപ്പര് അതിനുശേഷം പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി നമുക്ക് പോകാം. സൃഷ്ടാവായ ദൈവം അങ്ങനെ താങ്കളെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തിച്ചു. ഗർഭപാത്രത്തിൽ നിന്നും 9 മാസവും എത്ര സമയമെടുത്തോ താങ്കളെ സൃഷ്ടിക്കാൻ, അതുപോലെ തന്നെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം സൃഷ്ടിച്ചത്. അതിന് സമയം എത്രയെടുത്തു കൃത്യമായി കണക്കാക്കാൻ മനുഷ്യന് സാധ്യമല്ല. ഇതുപോലെയാണ്. അപ്പോൾ സിക്സ് ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞത് അവസാനം എന്തിനാണ്? ഞാൻ ഈ സൃഷ്ടി കഥയെക്കുറിച്ച് ചെയ്ത ആദിമ പുക എന്ന വീഡിയോയിൽ ദൈവം ഇത്ര ദിവസം എടുത്ത് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ്. പോട്ടെ, അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇവിടെ ഗർഭകാലത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡാഡിക്ക് ഇഡ്ഡലിയിൽ നിന്ന് ഒരു അണുവിനെ കിട്ടി. ഓക്കെ, അപ്പോൾ ഡാഡീസ് എന്ത് ചെയ്യുന്നു? ഈ അണു അമ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ഗർഭപാത്രത്തിൽ അണു കിടന്നങ്ങ് വളരുകയാണ്. നമ്മുടെ മതം വളരുന്ന പോലെ അങ്ങനെ പെരുത്തങ്ങ് വളരും. അപ്പം ഇവിടെ ഈ ഗർഭകാലത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇദ്ദേഹം വിശ്വാസിയാണെങ്കിലും ആ പറഞ്ഞ വിഷയം മാറ്റി വെച്ചുകൊണ്ട് പുള്ളി ഇന്നത്തെ നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ 9 മാസം എന്ന് പറഞ്ഞു. നല്ല കാര്യം, അതിന് ഞാൻ തെറ്റായിട്ട് പറയുന്നില്ല. എന്തായാലും ഈ ഗർഭകാലത്തെക്കുറിച്ച്, മതത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഇയാൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ടാണ് ഇദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്. അതൊരു വിഷയം. ഒപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഉദാഹരണം വെച്ചിട്ട് സൃഷ്ടികഥയുമായിട്ട് ഉപമിക്കാൻ പറ്റില്ല. കാരണം എന്താ? നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല എന്ന്. ഓക്കെ, ഞാൻ സമ്മതിച്ചു, നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞാനിത് ഏറിൽ നിന്ന് എടുത്ത് പറഞ്ഞതല്ല. നിങ്ങളുടെ പുസ്തകത്തിലെ കഥയിൽ നിങ്ങളുടെ ദൈവം അവകാശപ്പെടുന്നതാ താൻ ഇത്ര ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന്. അത് മൂപ്പരുടെ ദിവസം എത്ര ദിവസമാണ് മനുഷ്യർക്ക്, അല്ലെങ്കിൽ എത്ര വർഷമാണ് മനുഷ്യർക്ക് എന്നും പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പുസ്തകത്തിൽ ദൈവം പറയുന്നു ഞാൻ ഇത്ര ദിവസം കൊണ്ട് സൃഷ്ടിച്ചെന്ന്. സിക്സ് പറയുന്നു അല്ല, അതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇതെങ്ങനെ പറ്റും? ദൈവത്തെക്കാൾ ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളാണോ ഈ ശക്തിമാൻ? അല്ല, ദൈവം അവിടെ പറയുന്നു ഞാൻ ഇത്ര ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. ഇദ്ദേഹം ഇവിടെ ഗർഭത്തിൽ ഉദാഹരണം എടുത്തിട്ട് 9 മാസം എന്നൊക്കെ ഞാൻ പറഞ്ഞോ സൃഷ്ടിയുടെ കാര്യത്തിൽ? ഇല്ലല്ലോ. പക്ഷെ എന്തായാലും അങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെയാണ് ഈ പറയുന്ന സൃഷ്ടിയും ഉള്ളത്. അതുകൊണ്ട് അതൊന്നും നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കിയൊരു കഥയല്ല. നിങ്ങളുടെ കഥയിൽ ഒരു ഭാഗം ഞാൻ വായിച്ചു. നിങ്ങളുടെ ഈ പറയുന്ന സോക്കോൾഡ് സുപ്രീം ബീങ് മൂപ്പര് തന്നെ ഇറക്കിയ പുസ്തകത്തിൽ മൂപ്പര് തന്നെ പറയുന്നു ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ മൂപ്പര് പറഞ്ഞതായിട്ട് മാലാകയോ മുത്തോ പറഞ്ഞു. ഓക്കെ, ആ ദിവസ കണക്കല്ലേ ഞാൻ പറഞ്ഞോളൂ. പിന്നെ അതിലുള്ള പൊരുത്തക്കേടിനെ കുറിച്ചൊക്കെ ഞാൻ വിമർശനം ഉന്നയിച്ചു. പക്ഷെ ഇതൊന്നും എൻ്റെ വകയല്ല. പിന്നെ ഇനി അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഈ പരിഭാഷപ്പെടുത്തിയ ആളുകളെയും ഈ പുസ്തകം എഴുതി വെച്ച ആളുകളെയാണ് പഴിക്കേണ്ടത്. ഇനി ഇത് നിങ്ങൾക്ക് തിരുത്താനൊരു വഴിയുണ്ട്.
ദൈവം പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പുസ്തകം മാറ്റി മതി. അതോടെ എല്ലാം തീർന്നില്ലേ? എൻ്റെ ആവശ്യം അത് തന്നെയാണ്. നിങ്ങൾ പുസ്തകം തിരുത്തുക. അപ്പോൾ ഈ പ്രശ്നം തീർന്നു. ഇന്നൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കിന്ന് വെബ്സൈറ്റുകളൊക്കെ എങ്ങനെയാണ് ഉള്ളത്? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അതേപോലെ ഒരു റിവ്യൂ ആൻഡ് അപ്ഡേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഈ ഒരു സാധനത്തിന് വേണം. അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ കഥകൾ നിങ്ങൾ തിരുത്താൻ തയ്യാറായാൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഓടി നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളത് ചെയ്യുക. ഇനി ഗർഭകാലത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് ഇന്ന് ഉദ്ദേശിച്ചിരുന്ന വിഷയം. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് കിടക്കാം. ഗർഭകാലത്തെക്കുറിച്ചുള്ള തെറ്റായ പല കണക്കുകളും ഈ വേദപുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ അതിനെ സംബന്ധിച്ച് മറ്റ് ചില തെറ്റായ കാര്യങ്ങൾ ഇതിൻ്റെ വിശദീകരണം എന്ന നിലയിൽ എഴുതിയ മതകഥകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ഇനിയുള്ള ചില ഭാഗങ്ങൾ. ദൈവം ആദ്യത്തെ ഹവ്വയെ സൃഷ്ടിച്ചു. അപ്പോൾ അതിനകത്ത് ദൈവത്തിന് നേരിട്ട് പങ്കുണ്ട്. എന്നാൽ അതിനുശേഷം വന്ന മനുഷ്യരെ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് കൂടി ഞാനിവിടെ മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ അത് ഓരോന്നായിട്ട് പറയാം. മനുഷ്യന് തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു. ക്ഷീണത്തിനു മേൽ ക്ഷീണവുമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്ന് നടന്നത്. അവൻ്റെ മുലകുടി നിർത്തുന്നതാകട്ടെ 2 വർഷം കൊണ്ടുമാണ്. എന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കൂ. എൻ്റെ അടുത്തേക്കാണ് മടക്കം. 2 ചോദ്യങ്ങളാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഒന്ന്, ഈ ഗർഭകാലത്തെക്കുറിച്ചുള്ള മതകഥയിലെ പിശകുകൾ. ഇതുമായി ബന്ധമില്ലാത്തൊരു ചോദ്യമാണ് മറ്റേത്. അപ്പോൾ അതും ഇതും കൂട്ടിക്കൊടുക്കരുത്. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദമിൻ്റെയും ഹവ്വയുടെയും ശേഷം ഉള്ള മനുഷ്യരെ സൃഷ്ടിച്ചത് പൂർണ്ണമായിട്ടും ദൈവമാണോ എന്നൊരു ചോദ്യം. അതിൽ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അഥവാ സൃഷ്ടിയുടെ കാര്യത്തിൽ ഇപ്പോഴുള്ള മനുഷ്യർ അല്ലെങ്കിൽ ആദത്തിന് ഹവ്വയ്ക്ക് ശേഷമുള്ള മനുഷ്യരുടെ സൃഷ്ടിയുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ പങ്കെന്ത്. അതിനകത്ത് ഈ വചനത്തിൽ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണത്? ഈ നിങ്ങളുടെ ജനനത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് കാരണം മാതാവിൻ്റെ ഗർഭകാലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഈ മാതാപിതാക്കൾക്ക് നന്ദി പറയണം, അതോടൊപ്പം എനിക്കും നന്ദി പറയണം എന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടിയെക്കുറിച്ച് എനിക്കറിയുമോ എന്ന് ചോദിച്ച ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആരാണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ എന്നുള്ള വിശ്വാസിയുടെ പൊതുവായിട്ടുള്ള ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം മനുഷ്യരുടെ കാര്യത്തിൽ, നിങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ അതും ഇതൊക്കെ പറഞ്ഞോളൂ, പക്ഷെ മനുഷ്യരെ സൃഷ്ടിച്ച കാര്യത്തിൽ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മതകഥയിൽ ഈ സൃഷ്ടിക്ക് ക്രെഡിറ്റ് മനുഷ്യന് തന്നെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് പങ്കു ചേർക്കലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നന്ദി ദൈവത്തിനല്ലാതെ ബാക്കിയുള്ളവർക്കൊക്കെ സ്തുതി വാഴ്ത്തുക്കൾ കൊടുക്കുന്നത് ശിർക്കാണ്, അത് മതനിന്ദയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ, മഹാഭാവമാണ് എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കുക. മതകഥയിൽ മുത്ത് ഓരോ സാഹചര്യം അനുസരിച്ച് വായി തോന്നിയത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാണത്. ഇത് ഏതെങ്കിലും ഒരു കോണ്ടക്സ്റ്റിൽ ഇറങ്ങിയതായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നപ്പോൾ എന്തായി? മാതാപിതാക്കൾക്കും സൃഷ്ടിയിൽ ഒരു പങ്കുണ്ട് എന്ന് മനസ്സിലായി. അല്ലേ? അല്ലേ കൂട്ടരെ? അല്ലേ? അങ്ങനെ ഒരു സൂചന ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ജനനത്തിൻ്റെ കാരണത്തിൽ ദൈവത്തിനും മാതാപിതാക്കൾക്കും നന്ദി പറയുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സൃഷ്ടി എന്നുള്ള വാദം നിങ്ങൾ മാറ്റിവെച്ച് ഇന്നത്തെ മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ചോദിക്കേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ജനിച്ചതെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. അതിന് പിന്നെ ഒരു ശാസ്ത്രീയതയുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ പകുതി പറഞ്ഞതിൽ ശാസ്ത്രീയതയുണ്ട്. അച്ഛനമ്മമാരിൽ നിന്ന് തന്നെയാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ചില പദാർത്ഥങ്ങളിൽ നിന്ന് തന്നെയാണ്. അത് ഒന്ന് ബീജവും, ആണുങ്ങളുടെ കാര്യത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ അണ്ടവുമാണ്. അത് സങ്കലനം നടന്ന് അല്ലെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്തിട്ട് പിന്നീട് ഒരു ഗർഭപാത്രത്തിനകത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സജ്ജീകരണത്തിനകത്ത് അത് കുട്ടി വളരുന്നു. അങ്ങനെ ആ കുട്ടിയെ വളർത്തി ആ കുട്ടി ജനിക്കുന്നു, അല്ലേ? എന്തായാലും സൃഷ്ടിയിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ മനുഷ്യരുടെ സൃഷ്ടിയിൽ ദൈവത്തിന് ഉള്ള പങ്ക് പകുതിയാണ്, അല്ലെങ്കിൽ ഒരു 60% നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ചിലപ്പോൾ 60% എന്നുള്ളത് പോലും മൂപ്പർക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അത് മനുഷ്യൻ്റെ പ്രവൃത്തി മൂലമാണ് ശരിക്കും സംഭവിക്കുന്നത്. തെളിവുള്ള ഭാഗമാണ് ഞാൻ പറയുന്നത്. വീണ്ടും ഈ ദൈവത്തിൻ്റെ ഭാഗം കഥയാണ്, മനുഷ്യരുടെ ഭാഗം ശാസ്ത്രീയമായിട്ട് നമുക്ക് അറിയാം. ഇതാണ് ആ ചോദ്യത്തിനുള്ള മറുപടി. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്വന്തം മതകഥകളിൽ ഒന്ന് വായിച്ച്, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ചോദിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് മറുപടി പറയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അവസാനം മതം വിട്ടു എന്ന് പറഞ്ഞിട്ട്
വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കും. എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗർഭകാലത്തെക്കുറിച്ച് ഈ വചനത്തിൽ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാം. ഇവിടെ ഗർഭകാലത്തിന്റെ അളവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ മുലകുടിയുടെ സമയം പറഞ്ഞിട്ടുണ്ട്, 2 വർഷം. അത് നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത വചനത്തിൽ ഇതിനെ തുടർന്നുള്ള കാര്യങ്ങൾ പറയാം. മാതാക്കൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് പൂർണ്ണമായ 2 കൊല്ലം മുല കൊടുക്കേണ്ടതാണ്. മുലകുടി പൂർണ്ണമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്കത്രേ ഇത്. അവർക്ക് മുല കൊടുക്കുന്ന മാതാക്കൾക്ക് മര്യാദയനുസരിച്ച് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടത് കുട്ടിയുടെ പിതാവിന്റെ ബാധ്യതയാകുന്നു. എന്നാൽ ഒരാളെയും അയാളുടെ കഴിവിലുപരി നൽകാൻ നിർബന്ധിക്കരുത്. ഒരു മാതാവും തൻ്റെ കുട്ടിയുടെ പേരിൽ ദ്രോഹിക്കപ്പെടാൻ ഇടയാകരുത്. അതുപോലെ തന്നെ സ്വന്തം കുട്ടിയുടെ പേരിൽ ഒരു പിതാവിനും ദ്രോഹം നേരിടരുത്. പിതാവിൻ്റെ അഭാവത്തിൽ അയാളുടെ അവകാശികൾക്കും കുട്ടിയുടെ കാര്യത്തിൽ അതുപോലെയുള്ള ബാധ്യതകളുണ്ട്. ഇനി അവർ ഇരുവരും തമ്മിൽ കൂടിയാലോചിച്ച് തൃപ്തിപ്പെട്ടുകൊണ്ട് മുലകുടി നിർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ ഇരുവർക്കും കുറ്റമില്ല. ഇനി നിങ്ങളുടെ കുട്ടികളുടെ മറ്റാരെ കൊണ്ടാണെങ്കിലും മുല കുടിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലും നിങ്ങൾക്ക് കുറ്റമില്ല. ആ പോറ്റമ്മമാർക്ക് നിങ്ങൾ നൽകേണ്ടത് മര്യാദയനുസരിച്ച് കൊടുത്തു തീർക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ സൂക്ഷിക്കുകയും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം ദൈവം കണ്ടറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. വീണ്ടും നമ്മൾക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്ന കാര്യം 2 വർഷം അഥവാ 24 മാസമാണ് മുലകുടിയുടെ കാലം എന്നുള്ള ഒരു കാര്യമാണ്. അത് മാത്രമേ ഇതിനകത്ത് നമ്മുടെ വിഷയമായിട്ട് പ്രസക്തമായ ഭാഗമുള്ളൂ. അപ്പോൾ അടുത്തതിലേക്ക് പോകാം. തൻ്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നാം മനുഷ്യരോട് അനുശാസിച്ചിരിക്കുന്നു. അവൻ്റെ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ ഗർഭം ധരിക്കുകയും പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്തു. അവൻ്റെ ഗർഭകാലവും മുലകുടി നിർത്തലും കൂടി 30 മാസക്കാലമാകുന്നു. അങ്ങനെ അവൻ തൻ്റെ പൂർണ്ണ ശക്തി പ്രാപിക്കുകയും 40 വയസ്സിലെത്തുകയും ചെയ്താൽ ഇപ്രകാരം പറയും: എൻ്റെ രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവർത്തിക്കുവാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ. എൻ്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണമേ. തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലാകുന്നു. അപ്പോൾ നേരത്തെ 2 വചനങ്ങളിൽ മുലകുടിയുടെ സമയം 2 വർഷം അഥവാ 24 മാസമാണ് പറഞ്ഞതെങ്കിൽ ഈ ഒരു വചനത്തിൽ മുലകുടി പ്ലസ് ഗർഭകാലം 30 മാസം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ അഥവാ ഗർഭകാലവും മുലകുടിയും കൂടി 30 മാസം, മുലകുടി മാത്രം 2 വർഷം അല്ലെങ്കിൽ 24 മാസം, വ്യത്യാസം 6 മാസം. അത് ഗർഭകാലത്തിൻ്റെ അളവാണെന്ന് മനസ്സിലാവും. അഥവാ ദൈവം ഗർഭകാലത്തെക്കുറിച്ച് 6 മാസമേ അതുള്ളൂ എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അപ്പം നേരത്തെ കമൻറ്റിൽ എന്നോട് 9 മാസത്തെ ഗർഭകാലത്തെക്കുറിച്ചൊക്കെ എൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് എന്നെ എൻലൈറ്റൻ ചെയ്ത് ആ 6 ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെക്കാളും വിവരമുണ്ട്. ഇനി ഈ 9 മാസം എന്ന കണക്കുമായി തട്ടിച്ച് നോക്കുമ്പോൾ 6 മാസം കഴിഞ്ഞ് പുറത്തു വരുന്ന കുട്ടിക്കുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ഭാഗം ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് AI തന്നൊരു റിസൾട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സ്ക്രീനിൽ നോക്കി വായിക്കുക. അതിവിടെ അത്ര വലിയ പ്രസക്തമല്ല, പക്ഷെ ഈ 9 മാസം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കിനെക്കുറിച്ച് നിങ്ങളുടെ ആ മാനവരിൽ മഹാദൈവം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനിവിടെ പറഞ്ഞത്. ഇനി അടുത്തതിലേക്ക് പോകാം. ഇതൊരു ഹദീസാണ്. ദൈവത്തിൻ്റെ ദൂതൻ നമ്മോട് പറഞ്ഞു: നിങ്ങളുടെ ഓരോരുത്തരുടെയും സൃഷ്ടി ആരംഭിക്കുന്നത് 40 പകലും 40 രാത്രിയും അവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അവൻ്റെ ശരീരത്തിനാവശ്യമായ വസ്തുക്കൾ ശേഖരിക്കുന്ന പ്രക്രിയയോടെയാണ്. പിന്നീട് അവൻ അതേ കാലയളവിലേക്ക് അഥവാ 40 ദിവസം കട്ടിയുള്ള രക്തത്തിൻ്റെ ഒരു കട്ടയായി മാറുന്നു. തുടർന്ന് അവൻ അതേ കാലയളവിലേക്ക് ഒരു മാംസ കഷ്ണമായും മാറുന്നു. തുടർന്ന് ഒരു ദൂതനെ അഥവാ മാലാഖയെ അവൻ്റെ അടുത്തേക്ക് അയക്കുകയും ദൂതന് 4 കാര്യങ്ങൾ എഴുതാൻ അനുവാദം നൽകുകയും ചെയ്യുന്നു. അവൻ്റെ ഉപജീവനമാർഗം, അവൻ്റെ മരണത്തീയതി അല്ലെങ്കിൽ ആയുസ്, അവൻ്റെ കർമ്മങ്ങൾ, അവൻ ഒരു ദുഷ്ടനോ അനുഗ്രഹീതനോ ആകുമോ പരലോകത്ത് എന്നൊക്കെ. തുടർന്ന് ആത്മാവ് അവനിൽ ഊതപ്പെടുന്നു. അതിനാൽ നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗവാസികളുടെ സ്വഭാവമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും. അവനും സ്വർഗത്തിനുമിടയിൽ ഒരു മുഴം മാത്രമേ ഉള്ളൂ. എന്നാൽ അവനെക്കുറിച്ച് എഴുതപ്പെട്ടത് അവൻ്റെ പെരുമാറ്റത്തെ തീരുമാനിക്കുകയും അവൻ നരകവാസികളുടെ സ്വഭാവമുള്ള
തിന്മ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങുകയും അവസാനം നരകത്തിൽ തീയിൽ പ്രവേശിക്കുകയും ചെയ്യാം. നിങ്ങളിൽ ഒരാൾക്ക് നരകവാസികളുടെ സ്വഭാവമുള്ള തിന്മ പ്രവർത്തികൾ ചെയ്യാൻ കഴിയും. അവനും നരകത്തിനും ഇടയിൽ ഒരു മുഴം മാത്രമേ ഉള്ളൂ. പിന്നെ അവന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നത് അവന്റെ പെരുമാറ്റത്തെ നിർണ്ണയിക്കുന്നു. അവൻ സ്വർഗവാസികളുടെ സ്വഭാവ സവിശേഷതകളായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും ഒടുവിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇനി അതിനുശേഷം ഒരു മുമ്പുള്ള ഹദീസ് നമ്പർ 430 വോള്യം 4 കാണുക എന്നൊരു അടിക്കുറിപ്പും കൊടുത്തിട്ടുണ്ട്. ഈ എംബ്രിയോളജിയുമായി ബന്ധപ്പെട്ട് പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ IAS പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. അവർക്കുള്ളൊരു ബെസ്റ്റ് റെഫറൻസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ആദ്യമായിട്ട് ഗർഭാവസ്ഥയിലുള്ള ശിശുവിൻ്റെ ആദിമ രൂപമൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് 40 ഡേയ്സ് എന്ത് സംഭവിക്കും? ഈ ശിശുവിന് ആവശ്യമായിട്ടുള്ള, അത് കെമിസ്ട്രി ആണല്ലോ ബയോളജി അടിസ്ഥാനപരമായിട്ട്, അപ്പോൾ അതിൻ്റെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഇത് ശേഖരിച്ച് വെക്കും. ആരാണ് ശേഖരിക്കുന്ന അറിയില്ല, ശേഖരൻ എന്നുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ, പോട്ടെ, അങ്ങനെ ഒരു മാലാഖ ഉണ്ടാവും. അതെന്താണ് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്തായാലും ശേഖരിക്കപ്പെടും. അപ്പോൾ അത് ആദ്യത്തെ 40 ദിവസം നടക്കും. പിന്നീടുള്ള 40 ദിവസം അല്ലെങ്കിൽ അതേ തുല്യമായ കാലയളവിൽ ആ ശേഖരിക്കപ്പെട്ട മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് ഒരു രക്തക്കട്ടയായിട്ട് മാറും. പിന്നീടുള്ള 40 ദിവസം ആ രക്തക്കട്ട ഒരു മാംസ കഷ്ണമായിട്ട് മാറും. അതിനുശേഷം ദൈവം നിങ്ങളുടെ മാതാവിൻ്റെ അടുത്തേക്കാണോ ഗർഭത്തിൻ്റെ അകത്തേക്കാണോ എന്നറിയില്ല, എന്തായാലും ഒരു മാലാഖയെ വിടും. മാലാഖ തന്നെയാണ് അറബിയിൽ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം വരും. എന്നിട്ട് എന്ത് ചെയ്യും? അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കും. എവിടെയാണ് എഴുതുന്നത് പ്രസക്തിയില്ല, എങ്ങനെയാണ് എഴുതുന്നത് പ്രസക്തിയില്ല. മൂപ്പരുടെ ഡയറിയിലായിരിക്കും, എന്തായാലും പോട്ടെ, അല്ലെങ്കിൽ ഒരു ക്ലാസ്മേറ്റിൻ്റെ പുസ്തകമോ എന്തിനായിട്ട് അദ്ദേഹം എഴുതുന്നു. എന്താണ് എഴുതിയതെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, നിങ്ങളുടെ ഉപജീവന മാർഗം. ഇപ്പം നിങ്ങൾ CEO ആകുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ തോട്ടം പണിക്കാരനാകുമെന്നോ എന്നൊക്കെ എഴുതി വെക്കും. ഇനി മറ്റൊന്ന്, നിങ്ങളുടെ മരണത്തീയതി അല്ലെങ്കിൽ ആയുസ്, അത് എഴുതി വെക്കും. മറ്റൊന്ന്, നിങ്ങൾ സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് എഴുതി വെക്കും. സൽക്കർമ്മങ്ങളെന്നല്ല, നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തികളെക്കുറിച്ച് എഴുതി വെക്കും. മറ്റൊന്ന്, നിങ്ങൾ ദുഷ്ടനോ അനുഗ്രഹീതനോ ആകുമോ എന്ന കാര്യം എഴുതി വെക്കും. ശേഷം മാലാഖ പേന കീശയിലിടും. അത് എഴുതി വെച്ചിട്ടില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ എഴുതി വെക്കും. അതിനുശേഷം രണ്ടാം ഭാഗത്ത് ഈ കഥയിൽ പറയുന്ന കാര്യമാണ് വളരെ കൗതുകം. ഇതുവരെയുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ചിന്തിപ്പിക്കുമെങ്കിലും ശേഷമുള്ളത് നമ്മൾ ചിന്തിപ്പിക്കും. അതായത് ഈ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അതായത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന രൂപത്തിൽ, അതായത് ആദ്യം ആരോ വന്ന് ശേഖരിച്ച് വെച്ചല്ലോ, ആ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആവുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഗുണം, അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള സ്വഭാവം, അദ്ദേഹം ഒരു നല്ല മിടുക്കനായ നല്ലവനായ ഉണ്ണിയാണെന്ന് വിചാരിക്കും. നല്ലവനായ ഉണ്ണി സൽക്കർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കും, മുടുക്കനാണ്. അദ്ദേഹവും സ്വർഗവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഴം മാത്രമേ ഉള്ളൂ. അപ്പം മാലാഖ വന്ന് എഴുതും, ഇവൻ അലമ്പായി പോകട്ടെ. അപ്പോൾ അവൻ്റെ കർമ്മങ്ങൾ എഴുതി വെക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവൻ അലമ്പായി പോകുന്നു. അവന് അച്ഛനെ അടിക്കുന്നു, അമ്മയെ അടിക്കുന്നു. അവൻ പിന്നീട് നരകത്തിലേക്ക് പോകുന്നു. ആദ്യം അവൻ ശരിക്കും മുടുക്കനായിരുന്നു, പക്ഷെ മാലാഖ വന്ന് എഴുതി ഈ നേരെ തിരിച്ച് ഭയങ്കര ദുഷ്ടൻ. അവനും നരകവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു മുഴം മാത്രമാണ്. പക്ഷേ അതാണ് അവൻ്റെ സ്വഗുണം, ശരിക്കുള്ള ഗുണം. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആവുന്ന സമയത്തായിരിക്കാം. പക്ഷെ മാലാഖ ഒന്ന് എഴുതി വെക്കും തങ്കപ്പൻ. അപ്പോൾ അവൻ ആരായി മാറും? അവൻ മിടുക്കനായി മാറും. അവനാകെ എല്ലാവരും സഹായിക്കുന്നു. എല്ലാവർക്കും രാവിലെ 10 രൂപ മിനിമം അവൻ ചാരിറ്റി കൊടുക്കും. അങ്ങനെ അവന് സക്കാത്തൊക്കെ കൊടുത്ത് വലിയ സംഭവമായി. ഹജ്ജിനൊക്കെ പോയി അവൻ അങ്ങനെ ഫേമസ് ആവുന്നു. ഹജ്ജിന് വണ്ടിയൊന്നും ഇല്ലാതെ നടന്നു പോകുന്നു. അങ്ങനെ അവനെ സ്വർഗത്തിലെത്തുന്നു, അല്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. ചെയ്യാം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ചെയ്യുന്നു നിർബന്ധം പറയുന്നില്ല. പക്ഷെ മാലാഖ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ വ്യക്തിയുടെയും സോക്കോൾഡ് തലവര മാറുന്നു എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഹൈലൈറ്റ്. ഇനി ഇത് നിങ്ങളെ ചിരിപ്പിച്ചില്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി പറയാം. ഇതിൽ ആയുസ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഒരാളുടെ ആയുസ് മാലാഖ വന്ന് എഴുതും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗർഭഛിദ്രം നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാലാഖ ആൻഡ് ദൈവം ബിക്കംസ് ഡബിൾ ശശി, അല്ലേ?
ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ, വേറെ ഒന്നും പറയണ്ട. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇനി ഇതേപോലെ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, ഒരാൾ ജനിക്കുന്ന സമയത്ത് മാലാഖാസ് വന്ന് എഴുതുന്ന കർമ്മങ്ങൾ, അതായത് നിങ്ങൾ ചെയ്യുന്ന ബലാത്സംഗം, പിടിച്ചുപറി ഇത് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ, നല്ല കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ, കർമ്മങ്ങൾ ഇത് ഓൾറെഡി എഴുതി വെച്ചതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസികളുടെയൊക്കെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് സുഹൃത്തുക്കളെ? നമ്മളൊക്കെ ചോദിക്കാറുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ എഴുതി വെച്ചല്ലേ? ഒരു ചെറിയ കാര്യം കൂടി പറയാണ്. ഈ മാലാഖ എഴുതുന്നതിൽ സ്വർഗത്തിലേക്ക് പോകുന്ന, നരകത്തിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ചുകൂടി വേറൊരു സൂചനയുണ്ട്. ദുഷ്ടനോ അനുഗ്രഹീതനോ എന്ന് കൂടി ശ്രദ്ധിക്കാം. ഇതും നേരത്തെ തീരുമാനിച്ചാണ്. അപ്പോൾ വിശ്വാസികൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിന് യാതൊരു അർത്ഥമില്ല. അപ്പോൾ അർത്ഥമുണ്ടോ യുക്തിവാദികളെ നിങ്ങളുടെ ജീവിതത്തിന് എന്നുള്ള ചോദ്യം മേലാൽ ആവർത്തിക്കരുത്. സുട്ടിടുവേൻ. ഞാൻ ഇന്ന് അഡ്രസ്സ് ചെയ്ത കമൻറ്റുകൾ ഇട്ട ആളുകൾ ഞാൻ പറഞ്ഞ ഉത്തരങ്ങളിലുള്ള പെശകൾ ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ എതിർവാദങ്ങൾ അറിയിക്കാം. ഒപ്പം ഇന്ന് പറഞ്ഞ വിഷയങ്ങളിൽ പൊതുവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളായിട്ടോ മറ്റോ തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും അത് എന്നെ എഴുതി അറിയിക്കുക. ഒപ്പം ഇതുവരെ കേട്ട എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേട്ടൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.